വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെയിരിക്കെ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരാൾ മഹാനായി. സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ അന്തരിക്കുമ്പോഴാണ് ആളുകൾ ഞെട്ടാറുള്ളത്. എന്നാൽ ഇവിടെ ഒരാൾ മഹാനായപ്പോഴാണ് ബാക്കിയുള്ളവർ ഞെട്ടിപ്പോയത്. ചികിത്സയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടി വരും എന്നുള്ളത് കൊണ്ടും വിശ്രമം ആവശ്യമായതുകൊണ്ടും ഡോക്ടർമാരുടെ ഉപദേശം അതാണ്. അതുകൊണ്ട് KPCC അധ്യക്ഷ പദവിയിൽ തുടരുന്നത് ഉചിതമല്ല. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് VM സുധീരൻ അവസാനമായി കേരളത്തിലെ കോൺഗ്രസുകാരെ ഞെട്ടിച്ചത്. അതിന് കാരണമായി പറയാവുന്നത് കഴിഞ്ഞയാഴ്ച സംഭവിച്ച ഒരു വീഴ്ചയാണ്. കോഴിക്കോട്ട് വെച്ചുണ്ടായ ഒരു ചെറിയ വീഴ്ച. ആശുപത്രിയിൽ നിന്ന് അപ്പോൾ തന്നെ വിട്ടയച്ചതാണെങ്കിലും സുധീരന് ആദർശത്തിൻ്റെ അസുഖം നേരത്തെ ഉള്ളതിനാൽ സംഗതി വഷളായി. വാരിയലിന് ചതവ് പറ്റിയിട്ടുണ്ട്. അതൊരു നാച്ചുറൽ ഹീലിങ്ങിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അതുകൊണ്ട് പൂർണ്ണ വിശ്രമം വേണ്ടിവരും. ഡോക്ടർമാരുടെ ഉപദേശവും അതാണ്. വാരിയല്ലിനാണ് കേട്ടോ, വാരിയല്ലിന്, നട്ടെല്ലിനല്ല, വാരിയല്ലിന്. എന്നിട്ടും സുധീരൻജി ചെയ്തത് കണ്ടോ? വേണമെങ്കിൽ എനിക്ക് തൽക്കാലത്തേക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചുമതലയേൽപ്പിക്കാം. പക്ഷെ അത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്കുകയും ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ സാധിക്കാതെ വരിക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഏത് സ്ഥാനം ഏറ്റെടുത്താലും ആ സ്ഥാനത്തോട് നീതി പുലർത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നേ വരെ പുലർത്തി പോന്നിട്ടുള്ള ഒരു രീതി. അതാണ്. അത് ശരിയാണ്. KPCC പ്രസിഡന്റായിരിക്കാൻ വാരിയല്ലിന് നല്ല ബലം വേണം. അത് നിർബന്ധമാണ്. ഭാരത് മാതാ കീ, മഹാത്മാ ഗാന്ധി കീ, മഹാത്മാ ഗാന്ധി കീ, മഹാത്മാ ഗാന്ധി കീ, മഹാത്മാ ഗാന്ധി കീ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കീ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കീ, മനുഷ്യാവകാശ സംരക്ഷണ ജാഥ കീ. ഇതാണ് KPCC പ്രസിഡന്റിന്റെ പ്രധാന ഡ്യൂട്ടി. വാരിയല്ലിന് ക്ഷതമേറ്റ ഒരാൾ എങ്ങനെ ഈ പണിയെടുക്കും? ഈ സന്ദർഭത്തിൽ അതിൻ്റെ നിർണായക തലത്തിൽ പ്രവർത്തിക്കേണ്ട പാർട്ടിയുടെ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രത്യേകിച്ചും ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ KPCC അധ്യക്ഷ പദവിയോട് നീതി പുലർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ആ കസേരയിൽ ഇരിക്കുന്ന ആളല്ല VM സുധീരൻ. എൻ്റെ വ്യക്തിപരമായ അസൗകര്യം ഒരു കാരണവശാലും പാർട്ടിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കരുത്. മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഓടിയെത്തി എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഇടപെടാനും സംഭവങ്ങളിലും ഇടപെടാനും പാർട്ടിയുടെ ഉത്തമ താല്പര്യം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം താൽക്കാലികമായിട്ടെങ്കിലും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഏതെങ്കിലും തരത്തിൽ പ്രവർത്തന രംഗത്ത് വീഴ്ച വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ സുധീരൻ സുധീരമായി രാജിവെച്ച് പോവുക തന്നെ ചെയ്യുമെന്ന് ആദർശ കഞ്ഞു കുടിച്ച് വളർന്ന കോൺഗ്രസുകാർക്ക് നേരത്തെ അറിയാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൺവിക്ഷനാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളല്ല അദ്ദേഹം. ഇത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചില കടുംപിടുത്തങ്ങളും ചില ഉറച്ച തീരുമാനങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് പോലും ഇതിന് മുൻപ് അറിയാമായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരിൽ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ പറഞ്ഞു മാറ്റിക്കാനൊന്നും കഴിയുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര് വിചാരിച്ചാലും നടക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തെ പറഞ്ഞ് മാറ്റിക്കുക എന്ന് പറയുന്നത്.
മാമലകൾ ഇളകിലും മഹാജനാന മനമിളക എന്ന് പണ്ട് കവി പാടിയില്ലേ, അതുതന്നെ കേസ്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ രാജിക്കത്ത് ഇന്ന് തന്നെ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് അയക്കുകയാണ്. വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ് അധ്യക്ഷയും ഉപാധ്യക്ഷനും കോൺഗ്രസ് നേതൃത്വവും എന്നിലർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ വളരെയേറെ കടപ്പെട്ടവനാണ്. AK ആൻ്റണിയോടും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോടും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ആന്റണിയും ഇതേ സൂക്കേടുള്ള ആളാണല്ലോ, ആദർശത്തിൻ്റെ സൂക്കേടേ. KPCC പ്രസിഡന്റ് ശ്രീ സുധീരൻ്റെ രാജി തികച്ചും നിർഭാഗ്യകരമായി പോയി. കേരളത്തിലെ കോൺഗ്രസിന് ഇത് ഒരു വലിയ നഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സുധീരൻ പറഞ്ഞത് താങ്കൾ അറിയിച്ചിരുന്നു എന്നാണ് VM സുധീരൻ അവിടെ പറഞ്ഞത്. അത്തരത്തിൽ താങ്കൾ അറിയിച്ചിരുന്നു. അടുത്ത നടപടി എന്താണ് എന്നുള്ള രണ്ട് കാര്യങ്ങൾ കൂടി. ശ്രീ സുധീരൻ ഈ വരെ എന്നോട് ഇന്ന് ഞാൻ പാർലമെന്റിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് രാവിലെ വിളിച്ചറിയിച്ചിരുന്നു. അതുകൊണ്ട് ആന്റണി ഞെട്ടിയില്ല, പക്ഷെ കേരളത്തിൽ പലരും ഞെട്ടി. ഞാൻ മീഡിയയിൽ നിന്നാണ് വിവരം അറിഞ്ഞത്. ഞാൻ 2 ദിവസം മുമ്പ് അദ്ദേഹം വീഴ്ച പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് പോയി നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഒന്നും എന്നോട് സംസാരിച്ചില്ല. രാഷ്ട്രീയമൊന്നും അന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. എനിക്ക് അത് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും രാജിവെക്കുന്നതിന് മുമ്പായിട്ട് താങ്കളുമായി ബന്ധപ്പെട്ടിരുന്നോ ഫോണിലെങ്കിലും? അതല്ല ഞാൻ പറഞ്ഞത്, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാന് 3 ദിവസം മുമ്പ് വീട്ടിൽ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അന്നേരം ഒന്നും സംസാരിക്കാൻ പറ്റിയ സമയമായിരുന്നില്ല. കണ്ടു, സംസാരിച്ചു, രോഗവിവരം അന്വേഷിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ രാജി എങ്ങനെയാണ്? അതിപ്പോ അദ്ദേഹത്തിന്റെ എന്താണ് എന്നുള്ളത് എനിക്ക് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. UDF കോൺഗ്രസും ഒക്കെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സമയം ഭരണപക്ഷത്തിനെതിരെ, അപ്പൊ സ്വാഭാവികമായി ഈ സമയത്ത് ഒരു രാജി ഒഴിവാക്കേണ്ടതായിരുന്നില്ല? അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് എന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പറഞ്ഞു എന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. അല്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് എല്ലാ തീരുമാനം ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് ഫൈനലായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഈ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങ് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് എല്ലാ വിധത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ച് പ്രവർത്തിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ 2ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ തൂങ്ങി പിടിച്ച് പോവേണ്ടി വന്നത്. മഹാത്മജിയും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കോൺഗ്രസ് കെട്ടിപ്പടുക്കാനായി രാജ്യം മുഴുവൻ സഞ്ചരിച്ചത് 2ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ്. മഹത്വത്തിലേക്കുള്ള ഓരോരോ വണ്ടികളെ. അതുപോട്ടെ, അടുത്ത വണ്ടി വരുന്നുണ്ട്. ഞാൻ വാളയാറിലേക്ക് പോകുന്ന വഴിയാണ്. അസംബ്ലി ബഹിഷ്കരിച്ച്, പ്രതിപക്ഷം ബഹിഷ്കരിച്ച് ഇറങ്ങിയ ശേഷം ട്രെയിനിൽ പോരുന്ന വഴിക്കാണ് എനിക്ക് ശ്രീ സുധീരൻ്റെ ഫോൺ വന്നു. അദ്ദേഹം രാജിവെക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, രാജിയുടെ ആവശ്യമില്ല, അസുഖമാണെങ്കിൽ നമുക്ക് ആരെങ്കിലും വൈസ് പ്രസിഡന്റുമാർക്ക് നമുക്ക് ചാർജ് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അദ്ദേഹം രാജിയിൽ അത് ഉറച്ചു നിൽക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെയാണെങ്കിലും ഈ രാജി പക്ഷേ പാർട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടല്ല കേട്ടോ. അതൊന്നും ശരിയല്ല. അങ്ങനെ യാതൊരു കാര്യവുമില്ല. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളല്ല അദ്ദേഹത്തിൻ്റെ രാജി കാരണം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളാണ്. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതൃനിരകളിൽ തന്നെ ഉണ്ടാകും. അതുണ്ടാവും. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, 1000 രൂപ നോട്ട് പോലെ. അതുപോലെ ഇനി കോൺഗ്രസിൻ്റെ പരിപാടികളിൽ സുധീരനും ഉണ്ടാവും, 500 രൂപ നോട്ട് പോലെ. ഏതായാലും സുധീരൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാർട്ടിയും പരിപാടിയും മുന്നോട്ട് പോകുമെന്ന്
ചങ്കുറപ്പുള്ളവർക്ക് ഉറപ്പാണ്. ഇല്ല, അത് പാർട്ടിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ടും. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. കാരണം ഞങ്ങൾ ആരും തന്നെ അദ്ദേഹം സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് കോൺഗ്രസ് പോലത്തെ ഒരു ജനാധിപത്യ സംഘടനയിൽ സ്വാഭാവികമാണ്. അതെല്ലാം ഞങ്ങൾ സംസാരിച്ച് പരിഹരിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വയമായിട്ടുള്ള തീരുമാനമാണ്, അല്ലാതെ പാർട്ടിയിൽ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. ആ തീരുമാനം കോൺഗ്രസിനെ എങ്ങനെ ബാധിക്കുമെന്നത് പൊളിമിക്സിനെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. പടവലങ്ങയെ എങ്ങനെ ബാധിക്കുമെന്ന് മാത്രമേ പൊളിമിക്സിന് അറിയേണ്ടതുള്ളൂ. അതും ഈ കോൺഗ്രസിനെ പോലെ താഴോട്ട് വളരുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. ഇതിപ്പോ എത്രാമത്തെ തവണയാണ് ചെയ്യുന്നത്? കോൺഗ്രസ് കമ്മിറ്റികൾ തന്നെ 22,000 പിന്നെ ബൂത്ത് കമ്മിറ്റികളുള്ളതിൽ ഒരു വീട്ടിലെങ്കിലും പച്ചക്കറി കൃഷി തുടങ്ങണമെന്ന ആഹ്വാനം അന്ന് കുറെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെ ഇടയ്ക്കൊരു മാന്ദ്യം വന്നു, വീണ്ടും അത് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഇതിനിടയിലാണ് സുധീരൻജി രാജിവെച്ച് പോകുന്നത്. ഇത് ചതിയാണ്. പടവലങ്ങയോടും പച്ചക്കറി കൃഷിയോടും ചെയ്യുന്ന പെരും ചതി. ഇത് സഹിക്കാൻ പറ്റാത്തതിനാൽ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്.